So our next topic is energy band diagram of insulators, semiconductors and conductors. അതായത് ഇൻസുലേറ്റേഴ്സിൻ്റെയും സെമികണ്ടക്ടേഴ്സിൻ്റെയും കണ്ടക്ടേഴ്സിൻ്റെയും എനർജി ബാൻഡ് ഡയഗ്രത്തെക്കുറിച്ചാണ് അടുത്തായിട്ട് പറയുന്നത്. അപ്പോൾ കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും സെമികണ്ടക്ടേഴ്സിൻ്റെയും എനർജി ബാൻഡ് ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ് ഫസ്റ്റ് വൺ ഈസ് ദ കണ്ടക്ടേഴ്സ്, ദാറ്റ് ഈസ് ഓൺ ദ ടോപ്പ് ലെഫ്റ്റ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം കണ്ടക്ടേഴ്സിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രത്തിൽ in conductors there is no gap between valence band and conduction band. That means the valence band and conduction band will get overlap. അപ്പോൾ അത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്യുന്നതാണ് കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അതുപോലെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്, ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. സാധാരണ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിൽ എന്തുണ്ട്, ഒരു ഫോർബിഡൻ ബാൻഡ് എന്ന് പറയുന്ന ഒരു ബാൻഡ് ഇവിടെ ഉണ്ടാവും. പക്ഷേ ഹിയർ അങ്ങനെ ഒരു ഫോർബിഡൻ ബാൻഡ് ഇല്ല, ബിക്കോസ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നതാണ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. അപ്പോൾ വാലൻസ് ബാൻഡിലുള്ള ഒരു ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പ്രത്യേകിച്ച് എനർജിയുടെ ആവശ്യമില്ല. അപ്പോൾ അതാണ് കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം വലതുവശത്തായിട്ട് വാലൻസ് ബാൻഡിൽ വളരെ കുറച്ച് ഇലക്ട്രോൺസേ ഉള്ളൂ. മിക്കവാറും ഇലക്ട്രോൺസ് എല്ലാം ഇവിടെ ഉണ്ടാവും, കണ്ടക്ഷൻ ബാൻഡിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് തന്നെ പറയുക. അത് അങ്ങനെയാണ് അതിന് കണ്ടക്ടേഴ്സ് എന്ന് പേര് വന്നത്. കണ്ടക്ടേഴ്സ് മീൻസ് ദേ ആർ ഗുഡ് ഇൻ ട്രാൻസ്പോർട്ടിങ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിക് കറണ്ട് യഥേഷ്ടം ഫ്ലോ ചെയ്യാനായിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ എന്ത് വേണം, ഫ്രീ ഇലക്ട്രോൺസ് വേണം. അത് ആർക്കുണ്ട്, കണ്ടക്ടേഴ്സിന് ഉണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇൻസുലേറ്റേഴ്സിനെ നോക്കാം. ഇൻസുലേറ്റേഴ്സിനെ നോക്കുന്ന സമയത്ത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡുമായിട്ട് ഒരു എനർജി ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നില്ല, മാത്രമല്ല വളരെ ഹൈ ആയിട്ടുള്ളൊരു എനർജി ഗ്യാപ്പും ഉണ്ടാവും, വളരെ വൈഡായിട്ടുള്ള ഒരു ബാൻഡ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫോർബിഡൻ ബാൻഡ് എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിലാണ് ഇലക്ട്രോൺസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്, കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഒന്നുമില്ല. അപ്പോൾ അത് കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ കഴിയും, ഇൻസുലേറ്റേഴ്സ് ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാൻ കഴിയും. അതുപോലെ നോർമൽ ടെമ്പറേച്ചറിൽ ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് വാലൻസ് ബാൻഡിൽ നിന്ന് എത്താനുള്ള ഒരു സാധ്യതയും ഇല്ല. അങ്ങനെ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും ഇൻസുലേറ്റേഴ്സിനെ. ബാൻഡ് ഗ്യാപ്പ് എനർജി വിൽ ബി ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. ബാൻഡ് ഗ്യാപ്പ് എനർജി സാധാരണ ഇൻസുലേറ്റേഴ്സിൻ്റെ 3 ഇലക്ട്രോൺ വോൾട്ടിലും കൂടുതലായിട്ടാണ് കാണപ്പെടുക. നെക്സ്റ്റ് വൺ ഇസ് ദ സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് ആർ മിഡ് വേ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ബാൻഡ് ഗ്യാപ്പുകളുടെ ഇടയിലായിരിക്കും സ്ഥിതി ചെയ്യുക. ദാറ്റ് ഈസ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻ സെമി കണ്ടക്ടേഴ്സ് ഗ്യാപ്പ് ഈസ് സ്മോൾ എനഫ് ആൻഡ് തെർമൽ എനർജി ക്യാൻ ഓവർകം സം ഓഫ് ദ ഇലക്ട്രോൺസ്. അപ്പോൾ തെർമൽ എനർജി കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചില ഇലക്ട്രോൺസിന് തെർമൽ എനർജി വഴി വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ബാൻഡ് ക്യാൻ ബി തെർമലി എക്സൈറ്റഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് മെറ്റീരിയൽ ബിക്കംസ് ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ അങ്ങോട്ട് കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് will get thermal energy and they get thermally excited to the conduction band and the material can be called as electrically conductive. അപ്പോൾ കണ്ടക്റ്റീവായിട്ട് നമുക്ക് അതിനെ പറയാം. നമ്മളിവിടെ താഴെ നോക്കുന്ന സമയത്ത്, വലതുവശത്തായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം കുറച്ച് ഇലക്ട്രോൺസ് എവിടെയുണ്ട്, കണ്ടക്ഷൻ ബാൻഡിലുണ്ട്, ബാക്കി വാലൻസ് ബാൻഡിലാണുള്ളത്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് പോയ ഗ്യാപ്പിലൂടെ വാലൻസ് ബാൻഡിൽ ഹോൾസും ഉണ്ട്. അപ്പോൾ കാരണം ഇവിടുന്ന് തെർമൽ എനർജി വഴി കിട്ടി മുകളിലെത്തിയ ഇലക്ട്രോൺസാണ് കാണപ്പെടുക. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ എന്തായാലും ഇൻസുലേറ്റേഴ്സിനെ പോലെ ഒരു ഇലക്ട്രോൺ ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം വരുന്നില്ല. കണ്ടക്ടേഴ്സിനെ പോലെ ധാരാളമായിട്ട് ഇലക്ട്രോൺസ് ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷവും സെമി കണ്ടക്ടേഴ്സിനില്ല. രണ്ടിൻ്റെ മിഡ് വേയിൽ വളരെ കുറച്ച് ഇലക്ട്രോൺസ് ആയിരിക്കും കണ്ടക്ഷൻ ബാൻഡിൽ ഉണ്ടാകുക. സാധാരണ തെർമലി എക്സൈറ്റഡ് ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ എത്തുന്ന ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് എനർജി ബാൻഡ് ഡയഗ്രത്തിൻ്റെ വ്യത്യാസങ്ങൾ. അപ്പോൾ വീണ്ടും നമ്മളൊന്നുകൂടെ നോക്കുക, കണ്ടക്ടേഴ്സിൽ എങ്ങനെയായിരിക്കും, ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതേസമയം ഇൻസുലേറ്റേഴ്സിൽ ദർ ഇസ് എ ലാർജ് ബാൻഡ് ഗ്യാപ്പ് ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. Meanwhile, in case of the semiconductors, the band gap lies between conductors and insulators. രണ്ടിൻ്റെ ഇടയിലായിരിക്കും ബാൻഡ് ഗ്യാപ്പ് ലൈ ചെയ്യുക, വിച്ച് വിൽ ബി ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. സോ നെക്സ്റ്റ് ഈസ് എനർജി ഡയഗ്രാം ഓഫ് പി എൻ ജംഗ്ഷൻ. ഇപ്പോൾ കുറച്ച് മുമ്പേ കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും സെമി കണ്ടക്ടേഴ്സിൻ്റെയും എനർജി ഡയഗ്രാം അല്ലെങ്കിൽ എനർജി ബാൻഡ് ഗ്യാപ്പുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇനി എനർജി ഡയഗ്രാം ഓഫ് പി എൻ ജംഗ്ഷൻ ആണ് ഉള്ളത്. So at the formation of the junction, the valence and conduction bands in the p-type material are slightly higher than the valence and conduction bands in the n-type material. അപ്പോൾ നമുക്കിവിടെ ഡയഗ്രത്തിൽ നോക്കുന്ന സമയത്ത് കാണാം പി റീജിയൻ്റെ വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്സ് എൻ റീജിയനേക്കാളും കുറച്ച് റൈസ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലായിരിക്കും.
അപ്പോൾ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നതാണ് പി റീജിയൻ, വലതുവശത്ത് കാണിച്ചിരിക്കുന്നതാണ് എൻ റീജിയൻ. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള ഒരു വെർട്ടിക്കൽ ലൈനെയാണ് നമ്മൾ സാധാരണ പി എൻ ജംഗ്ഷനായിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ഓഫ് ജംഗ്ഷൻ ഫോർമേഷൻ. ജംഗ്ഷൻ ഫോം ചെയ്ത ആ ഇൻസ്റ്റൻറ്റിലുള്ള ഒരു ഡയഗ്രമായിട്ടാണ് നമ്മളിതിനെ കാണിച്ചിരിക്കുന്നത്. വൈ ദിസ് ഹാപ്പനിങ് എന്നുള്ളതാണ്, എന്തുകൊണ്ട് ഈ ഒരു റൈസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അടുത്തായിട്ട് പറയുന്നത്. ദിസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ അട്രാക്ഷൻ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ബൈ ദ ന്യൂക്ലിയസ് ഇൻ എ ട്രൈവാലന്റ് ആറ്റം ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ബൈ ദ ന്യൂക്ലിയസ് ഇൻ എ പെൻറ്റാവാലന്റ് ആറ്റം. അതായത് ട്രൈവാലൻറ്റിൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ലെസ് ആയിരിക്കും വെൻ കമ്പയർഡ് വിത്ത് ദ വാലൻസ് ഇലക്ട്രോൺസ് ബൈ ദ ന്യൂക്ലിയസ് ഇൻ എ പെൻറ്റാവാലന്റ് ആറ്റം. ദസ് ട്രൈവാലൻസ് ഇലക്ട്രോൺസ് ആർ ഇൻ സ്ലൈറ്റ്ലി ഹയർ ഓർബിറ്റ് ഓർ അറ്റ് ഹയർ എനർജി ലെവൽ. അതുവഴി ട്രൈവാലൻസ് ഇലക്ട്രോൺസ് എവിടെ ആയിരിക്കും, ഒരു സ്ലൈറ്റ്ലി ഹയർ എനർജി ലെവലിലായിരിക്കും. അതുകൊണ്ടാണ് എനർജി ലെവൽ കുറച്ച് റൈസ് ചെയ്തതായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം പി റീജിയനിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോൾസ് ആണ്. അപ്പോൾ ധാരാളമായി ഹോൾസ് വാലൻസ് ബാൻഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതേസമയം മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ, അത് കണ്ടക്ഷൻ ബാൻഡിൽ വളരെ കുറച്ച് ഇലക്ട്രോൺസും ഉണ്ട്. അതേസമയം എൻ റീജിയനിലേക്ക് വരുമ്പോൾ ദ മെജോറിറ്റി കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ് ആൻഡ് ദേ ആർ പ്രസൻറ്റ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്, ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ് ആർ ഹോൾസ് ആൻഡ് ദേ ആർ പ്രസൻറ്റ് ഇൻ ദ വാലൻസ് ബാൻഡ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പി റീജിയനും എൻ റീജിയൻ്റെയും ബാൻഡ് ഗ്യാപ്പ്, ബാൻഡ് ഡയഗ്രാം, എനർജി ഡയഗ്രാം കാണപ്പെടുക. അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടിനിടയ്ക്ക് സെമി കണ്ടക്ടേഴ്സിൻ്റെ പോലെ ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞ ഒരു ബാൻഡ് ഗ്യാപ്പും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഇത് രണ്ട് ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻ റീജിയനിലെ മെജോറിറ്റി കാരിയേഴ്സ്, അതായത് കണ്ടക്ഷൻ ബാൻഡിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ത് ചെയ്യും, പി റീജിയനിലെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പതുക്കെ ഡിഫ്യൂസ് ചെയ്യും, അത് വാലൻസ് ബാൻഡിലുള്ള ഹോൾസിലേക്ക് ഫോൾ ചെയ്ത് റീകമ്പൈൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു റീകോമ്പിനേഷൻ ഇവിടെ നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ, അതായത് ഡയറക്റ്റ് ഡിഫ്യൂഷൻ. അപ്പം മെജോറിറ്റി കാരിയേഴ്സ് എൻ റീജിയനിലുള്ള കണ്ടക്ഷൻ ബാൻഡിലെ മെജോറിറ്റി കാരിയേഴ്സായ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, പി എൻ ജംഗ്ഷൻ വഴി അങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്തിട്ട് പി റീജിയൻ്റെ കണ്ടക്ഷൻ ബാൻഡിൽ എത്തുകയും അതുവഴി താഴെയുള്ള വാലൻസ് ബാൻഡിലുള്ള ഹോൾസിലേക്ക് ഫോളോ ചെയ്തിട്ട് ഒരു റീകോമ്പിനേഷൻ നടക്കുകയും ചെയ്യും. അതാണ് ദാറ്റ് ഇസ് എ പ്രോസസ്. അപ്പോൾ ദർ ഇസ് എ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ ദ റെസ്പെക്റ്റീവ് ബാൻഡ്സ് ഓഫ് ദ ടു റീജിയൻ. അത് പറഞ്ഞാണ് രണ്ട് റീജിയൻസ് തമ്മിൽ, അതായത് പി റീജിയനും എൻ റീജിയനും തമ്മിൽ ബാൻഡ്സ് തമ്മിൽ, അതായത് റെസ്പെക്റ്റീവ് ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും, അതാതിൻ്റെ കണ്ടക്ഷൻ ബാൻഡുകളും അതാതിൻ്റെ ബാലൻസ് ബാൻഡുകളും തമ്മിൽ ദർ ഇസ് എ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് ഓവർലാപ്പിംഗ്. രണ്ടും തമ്മിൽ ചേർന്നാണ് കിടക്കുന്നത്, കുറച്ച് റൈസ് ആണെങ്കിലും. ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ എൻ റീജിയൻ ദാറ്റ് occupy the upper part of the conduction band in terms of the energy can easily diffuse across the junction and temporarily become free electrons in the ലോവർ പാർട്ട് ഓഫ് ദ പി റീജിയൻ കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ അതിന് ഇപ്പുറത്ത് പി റീജിയനിലേക്ക് വരികയും അവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസ് ആകുകയും ചെയ്യാൻ പറ്റും. അവന് ആഫ്റ്റർ ക്രോസിംഗ് ദ ജംഗ്ഷൻ ദ ഇലക്ട്രോൺസ് ക്വിക്ലി ലോസ് എനർജി ആൻഡ് ഫോൾ ഇൻ ടു ദ ഹോൾസ് ഇൻ ദ പി റീജിയൻ ബാലൻസ് ബാൻഡ്. അപ്പം ജംഗ്ഷൻ ക്രോസ് ചെയ്തതിന് ശേഷം ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എനർജി നഷ്ടപ്പെടുകയും അത് ഹോൾസിനകത്തേക്ക് ഫോൾ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് റീകോമ്പിനേഷൻ നടക്കുക. സോ ആസ് ദ ഡിഫ്യൂഷൻ കണ്ടിന്യൂസ് ദ ഡിപ്ലീഷൻ റീജിയൻ ബിഗിൻസ് ടു ഫോം. അപ്പോൾ ഇങ്ങനെ ഡിഫ്യൂഷൻ കുറച്ചങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു ഡിപ്ലീഷൻ റീജിയൻ നടുക്ക് ഫോം ചെയ്യും. And soon there are no free electrons left in the n region conduction band with enough energy to get across the junction to p region conduction band. കുറച്ച് കഴിയുമ്പോൾ എൻ റീജിയൻ കണ്ടക്ഷൻ ബാൻഡിൽ ഈ ബാരിയർ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് വരാൻ തക്കവണ്ണം എനർജിയുള്ള ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടാവാത്ത ഒരു കണ്ടീഷൻ വരും. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബാൻഡ് ഇടയ്ക്ക് ഒരു ഫോർബിഡൻ റീജിയൻ ഫോം ചെയ്യുക, ദാറ്റ് ഈസ് എ ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ കൂടെ ഫോം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അപ്പോൾ ഒരു എനർജി ഗ്രേഡിയൻറ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ എനർജി ഗ്രേഡിയൻറ്റ് ക്രോസ് ചെയ്താൽ മാത്രമേ ഇലക്ട്രോണിന് അപ്പുറത്ത് എൻ റീജിയനിൽ നിന്ന് പി റീജിയനിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് അടുത്ത ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇപ്പുറത്തെ ഡയഗ്രത്തിൽ എങ്ങനെയായിരുന്നു, അപ്പോൾ ഇങ്ങനെ രണ്ടും ഏറെക്കുറെ ഹൊറിസോണ്ടലായിട്ടായിരുന്നു. ആൻഡ് ദർ ഇസ് നോ എനർജി ഗ്രേഡിയൻറ്റ്, അല്ലെങ്കിൽ ഇവിടെ ഒരു എനർജി ഗ്രേഡിയൻ്റ് ഇല്ല, ഒരു ജംഗ്ഷൻ ഇവിടെ ഫോം ചെയ്തിട്ടില്ല, ജസ്റ്റ് വെർട്ടിക്കൽ ലൈനായിട്ടുള്ളൊരു ജംഗ്ഷൻ മാത്രമായിട്ടേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു ഡിപ്ലീഷൻ റീജിയൻ തന്നെ ഫോം ചെയ്യും. പി എൻ ജംഗ്ഷൻ ആൻഡ് ഡിപ്ലീഷൻ റീജിയൻ അല്ലേ, ഡിപ്ലീഷൻ റീജിയനായിട്ട് ഫോം ചെയ്ത ഒരു കണ്ടീഷനായിട്ടാണ് നമ്മൾ പിന്നെ കാണുക. അത് കുറച്ചങ്ങോട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തതിന് ശേഷം ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. അപ്പോൾ ഒരു എനർജി ഗ്രേഡിയൻറ്റ് തന്നെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ദിസ് ദ ഇക്വിലിബ്രിയം ആൻഡ് ദ ഡിപ്ലീഷൻ റീജിയൻ ഈസ് കംപ്ലീറ്റ് ബിക്കോസ് ഡിഫ്യൂഷൻ ഹാസ് സീസ്ഡ്. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ആണ് നമ്മളിതിനെ കാണുക, ഇങ്ങനെ ഡിപ്ലീഷൻ റീജിയനായിട്ട് നമ്മൾ കാണുക. There is an energy gradient across the depletion region which acts as an energy hill that an n region electron must climb to get to the p region. അപ്പോൾ എനർജി ഗ്രേഡിയൻറ്റ് ക്രോസ് ചെയ്ത്, അതായത് ഇറ്റ് ആക്ട്സ് ആസ് ആൻ എനർജി ഹിൽ. അപ്പോൾ ഇവിടെ ഈ എൻ റീജിയനിലെ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് ഈ ഗ്രേഡിയൻറ്റിനെ എന്തായിട്ടാണ് കാണുക, അത് ഇറ്റ് വിൽ അപ്പിയർ ടു ആസ് എ ഹിൽ. അപ്പോൾ ആ എനർജി ഹില്ല് ക്രോസ് ചെയ്താൽ മാത്രമേ എവിടെ എത്താൻ പറ്റൂ, പി റീജിയനിലെ കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ പറ്റൂ. അതിനെത്തിയതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് അതിൻ്റെ വാലൻസ് ബാൻഡിലുള്ള ഹോൾസിലേക്ക് ഫോളോ ചെയ്ത് റീകമ്പൈൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് ഇൻ ദ എൻ റീജിയൻ ഷുഡ് ഹാവ് സഫീഷ്യൻറ്റ് എനർജി ടു ക്ലോസ് ദ എനർജി ബാരിയർ. അപ്പോൾ എനർജി ബാരിയർ ക്രോസ് ചെയ്യാനുള്ള ഒരു സഫീഷ്യൻറ്റ് എനർജി എൻ റീജിയനിലെ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് ഉണ്ടാവണം.
അപ്പോൾ അതാണ് എനർജി ബാൻഡ് ഡയഗ്രാം കാണിക്കുന്നത്. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ബയാസിങ്. ഇനി അടുത്ത ബയാസിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്താണ് ബയാസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബയാസിങ് മീൻസ് ടു യൂസ് എ DC വോൾട്ടേജ് ടു എസ്റ്റാബ്ലിഷ് സർട്ടൻ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ഫോർ ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു DC വോൾട്ടേജ് കൊടുക്കും. ആ DC വോൾട്ടേജ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബയാസിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ഫോർവേഡ് ബയാസിങ്. അപ്പോൾ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടീഷൻ ദാറ്റ് പെർമിറ്റ്സ് കറണ്ട് അക്രോസ് എ PN ജംഗ്ഷൻ. അപ്പോൾ ഫോർവേഡ് ബയാസ് ചെയ്ത ഒരു PN ജംഗ്ഷനിൽ മാത്രമേ അതിന് ഒരു കറണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ളൂ. അപ്പോൾ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദ N റീജിയൻ. അപ്പോൾ നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലോടെ ആയിരിക്കും കണക്ട് ചെയ്യുക, N റീജിയനിലായിരിക്കും കണക്ട് ചെയ്യുക. പോസിറ്റീവ് ടെർമിനൽ വിൽ ബി കണക്റ്റഡ് ടു ദ P റീജിയൻ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ കണ്ടീഷനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറയുക. നെക്സ്റ്റ് ഈസ് എ ഫോർവേഡ് ബയാസ് ഓപ്പറേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. Now the negative terminal of the battery pushes the conduction electrons, that is conduction electrons in the N region towards the junction. അപ്പോൾ ഈ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി എന്ത് ചെയ്യും? ഇവിടെ N റീജിയനിലുള്ള കണ്ടക്ഷൻ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യും, അതായത് ജംഗ്ഷനിലേക്ക് പുഷ് ചെയ്യും. സിമിലർലി ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി പുഷസ് ദ ഹോൾസ് ഇൻ ദ P റീജിയൻ ടുവേഴ്സ് ദ ജംഗ്ഷൻ. അതുപോലെ ഇതേ മെക്കാനിസം വഴി എന്ത് ചെയ്യും? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി എന്ത് ചെയ്യും? P റീജിയനിലെ ഹോൾസിനെ, ദാറ്റ് ആർ ദ മെജോറിറ്റി കാരിയേഴ്സിനെ എന്ത് ചെയ്യും? അങ്ങോട്ട് ജംഗ്ഷനിലേക്ക് പുഷ് ചെയ്യും. അതൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് പറയാം, ഈ പോസിറ്റീവ് ടെർമിനലിൽ ഇവിടുന്നുള്ള ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നെന്നും പറയാം. അപ്പോൾ ഹോൾസ് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇലക്ട്രോൺസ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടുകയാണ്. ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ് വിൽ ബി ഗെറ്റ് അട്രാക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അങ്ങനെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലേക്ക് അത് അട്രാക്ട് ചെയ്യപ്പെടും. സപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ, ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ളതിനേക്കാൾ എന്ത് ചെയ്യും? കുറയുന്ന ഒരവസ്ഥ ഉണ്ടാവും. ദാറ്റ് ഈസ് എ ഫോർവേഡ് ബയാസ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. So as free electrons move to P region, new free electrons are injected by the negative terminal into the N region. അപ്പോൾ അങ്ങോട്ട് ഫ്രീ ഇലക്ട്രോൺസ് P റീജിയനിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? പുതിയ ഫ്രീ ഇലക്ട്രോൺസിനെ അവിടെ ഇഞ്ചെക്ട് ചെയ്യും, നെഗറ്റീവ് ടെർമിനൽ N റീജിയനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് വിൽ സെറ്റ് അപ്പ് ഇൻ ദ വയർ കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അങ്ങനെ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, അതാണ് നമ്മൾക്ക് സാധാരണ കറണ്ട് എന്ന് പറയുക. ദാറ്റ് വിൽ ബി സെറ്റ് അപ്പ് ഇൻ ദ വയർ കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ വയർ വഴി അങ്ങനെ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് സെറ്റപ്പ് ചെയ്യപ്പെടും. അപ്പോൾ ആസ് ഹോൾസ് ആർ ഡ്രിവൺ ടുവേഴ്സ് ദ ജംഗ്ഷൻ, മോർ ഹോൾസ് ആർ ക്രിയേറ്റഡ് ഇൻ ദ P റീജിയൻ. അപ്പോൾ ഇതേപോലെ കണ്ടീഷൻ അപ്പുറത്തെ സൈഡിലും ഉണ്ടാവും. കൂടുതൽ ഹോൾസ് എന്ത് ചെയ്യും? അവിടെ P റീജിയനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഹോൾസിനെ അങ്ങോട്ട് പുഷ് ചെയ്തത് കാരണം പുതിയ ഹോൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും, P റീജിയനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും ബൈ ദ ബ്രേക്കേജ് ഓഫ് കോവാലന്റ് ബോണ്ട്സ്. ദ ന്യൂലി ക്രിയേറ്റഡ് ഹോൾസ് ആർ ഡ്രിവൺ ടുവേഴ്സ് ദ ജംഗ്ഷൻ ടു കീപ്പ് അപ്പ് കണ്ടിന്യൂസ് സപ്ലൈ. അതും എന്ത് ചെയ്യും? ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്തിട്ട് അതും ഈ കണ്ടിന്യൂസ് സപ്ലൈയുടെ ഭാഗമായിട്ട് തീരും. But the electrons so created are attracted to the left by the positive terminal of the battery, from where they go to the negative terminal of the battery and finally to the N region of the crystal. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇതുപോലെ പോസിറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും അതുവഴി അത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തുകയും അങ്ങനെ അത് തന്നെ എന്ത് ചെയ്യും? ഫൈനലി ഇറ്റ് വിൽ മൂവ് ടു ദ N region of the crystalലിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് കറണ്ട് സെറ്റപ്പ് ചെയ്ത് വരിക. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ there may be a movement of both electrons and holes inside the crystal, but only free electrons move in the external circuit. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ക്രിസ്റ്റലിനകത്ത്, അത് PN ക്രിസ്റ്റലിനകത്ത് നമുക്ക് എങ്ങനെയെന്ന് പറയാം? നമുക്ക് both electrons and holes are moving എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ വി ക്യാൻ ഓൾറെഡി കൺസിഡർ ദാറ്റ് ഫ്രീ ഇലക്ട്രോൺസ് ആർ മൂവിങ്. അപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെയാണ് എടുക്കാറ്. ആ ക്രിസ്റ്റലിന് പുറത്ത് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കറണ്ട് ഫ്ലോ എടുക്കാറ്. But there is also present an extremely small amount of current due to minority carriers. അപ്പോൾ മൈനോറിറ്റി കാരിയർ വഴി ഒരു ഡ്രിഫ്റ്റും നടക്കാറുണ്ട്. മൈനോറിറ്റി കാരിയർ ഡ്രിഫ്റ്റ് എന്ന് പറയും, മറ്റേ നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്നാണ് പറയുക. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് വഴിയുള്ളതിന് നമ്മളെന്ന് പറയും സാധാരണ ഡ്രിഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ഒരു ഡ്രിഫ്റ്റ് കറണ്ടും കൂടെ ഫോം ചെയ്യാറുണ്ട് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ജംഗ്ഷൻ. ബട്ട് ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ഫോർവേഡ് കറണ്ട് ഡ്യൂ ടു മെജോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ മെജോറിറ്റി കാരിയേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. മൈനോറിറ്റി കാരിയർ കണ്ടക്ഷൻ സാധാരണ ടെമ്പറേച്ചറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ടെമ്പറേച്ചർ വഴിയാണ് എന്ത് ചെയ്യുന്നത്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഫോം ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ്. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജുമായിട്ട് അതിന് ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് തെർമലി ജനറേറ്റഡ് ആണ്, ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് സാച്ചുറേറ്റഡ്. അപ്പോൾ ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു കറണ്ടായിട്ട് അത് വളരെ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും. അപ്പോൾ അതാണ് മൈനോറിറ്റി കാരിയർ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത എനർജി ബാൻഡ് ഡയഗ്രാം ഫോർവേഡ് ബയാസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ എനർജി ബാൻഡ് ഡയഗ്രാം തന്നെയാണ്. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് PN ജംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ല ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ സൈസ് കുറവായിരിക്കും, അത് കുറയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മൂന്നും കൂടെ അവസാനം കാണിക്കാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം മൂന്നും തമ്മിലൊരു കമ്പാരിസൺ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ
when we say about the forward bias, we can say forward bias of V volts lowers the barrier potential to V minus VB. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബാരിയർ പൊട്ടൻഷ്യൽ if you consider it as VB, അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയാസ് ആയിട്ട് V വോൾട്സ് കൂടെ അങ്ങോട്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ബാരിയർ പൊട്ടൻഷ്യൽ will reduce to V minus VB, which now allows more currents to flow across the junction. അപ്പോൾ കൂടുതൽ കറണ്ടിനെ എന്ത് ചെയ്യാം? ജംഗ്ഷനിലൂടെ പാസ് ചെയ്തു പോകാൻ അത് സമ്മതിക്കും. അടുത്തത് ഫോർവേഡ് VI ക്യാരക്ടറിസ്റ്റിക് കർവ്, അതായത് വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക് കർവാണ് അടുത്തായിട്ട് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ ഫോർവേഡ് റീജിയനിലുള്ള ക്യാരക്ടറിസ്റ്റിക് കർവായിട്ടാണ് കാണിക്കുക. ദാറ്റ് മീൻസ് ഓൺ ദ എക്സ് ആക്സിസ് ഫോർവേഡ് വോൾട്ടേജ് ആയിരിക്കും പ്ലോട്ട് ചെയ്യുക, ആൻഡ് ഓൺ ദ വൈ ആക്സിസ് ഫോർവേഡ് കറണ്ട് ആയിരിക്കും പ്ലോട്ട് ചെയ്യുക. ആൻഡ് magnitude of the forward voltage will be in volts, and the magnitude of forward current will be in milliamperes. അപ്പോൾ ഇവിടെ ജർമേനിയത്തിൻ്റെയും സിലിക്കൻ്റെയും പ്രത്യേകമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആദ്യം കാണിച്ചിരിക്കുന്നത് ജർമേനിയത്തിൻ്റെ കർവാണ്, ആൻഡ് രണ്ടാമതായിട്ട് സിലിക്കൻ്റെ കർവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വെൻ അപ്ലൈഡ് വോൾട്ടേജ് ജസ്റ്റ് എക്സീഡ്സ് എ ബാരിയർ പൊട്ടൻഷ്യൽ, അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യലിനേക്കാൾ ജസ്റ്റ് എക്സീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു വളരെ ചെറിയ ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങും. എ സ്മോൾ കറണ്ട് ബിഗിൻസ് ടു ഫ്ലോ, ആൻഡ് ദ വോൾട്ടേജ് റിക്വയർഡ് ഫോർ ദാറ്റ് ഈസ് കോൾഡ് ദ കട്ട് ഇൻ വോൾട്ടേജ് ഓർ ബ്രേക്ക് പോയിന്റ് വോൾട്ടേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, വളരെ ചെറിയ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. എപ്പോഴാണ് ഈ ബാരിയർ പൊട്ടൻഷ്യലിനേക്കാളും കൂടുതൽ അപ്ലൈഡ് വോൾട്ടേജ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? വളരെ ചെറിയൊരു കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങും. അപ്പോൾ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ ബ്രേക്ക് പോയിന്റ് വോൾട്ടേജ് എന്ന് പറയുക. സിമിലർലി ഫോർവേഡ് കറണ്ട് റൈസസ് എക്സ്പോണൻഷ്യലി ആഫ്റ്റർ എ പെർട്ടിക്കുലർ വോൾട്ടേജ്. ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫോർവേഡ് കറണ്ട് എക്സ്പോണൻഷ്യലായിട്ട് റൈസ് ചെയ്യും. അത് ജർമേനിയത്തിൻ്റെ കേസിലും അതേപോലെ തന്നെയാണ്, സിലിക്കൻ്റെ കേസിലും അതേപോലെ തന്നെയാണ്. ആൻഡ് അറ്റ് ഓർഡിനറി റൂം ടെമ്പറേച്ചർ നമുക്ക് അത് ജർമേനിയത്തിന് 0.3 വോൾട്ടും സിലിക്കണിന് അത് 0.7 വോൾട്ടും ആണ്. ജർമേനിയത്തിൻ്റെ കേസ് എടുത്താൽ നമുക്ക് കാണാം ഇറ്റ് വിൽ ബി 0.3 വോൾട്ട്. അതായത് ഈ മേളിലേക്ക് പോയ എക്സ്പോണൻഷ്യൽ കർവിനെ നമ്മൾ പുറകിലേക്ക് റീട്രേസ് ചെയ്ത് വരുമ്പോൾ എവിടെയാണ് അതൊന്ന് മീറ്റ് ചെയ്യുക? 0.3 വോൾട്ടിലാണ് മീറ്റ് ചെയ്യുക ഫോർ ജർമേനിയം, ആൻഡ് ഫോർ സിലിക്കൺ ഇറ്റ് വിൽ മീറ്റ് അറ്റ് 0.7 വോൾട്ട്. അപ്പോൾ ദിസ് വോൾട്ടേജ് കോൾഡ് ദ ത്രഷോൾഡ് വോൾട്ടേജ് ഓർ നീ വോൾട്ടേജ് ഓർ ഫയറിംഗ് വോൾട്ടേജ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നീ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയും, ദാറ്റ് ഈസ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് എന്ന് പറയും. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ നീ, അല്ലെ, കാലിൻ്റെ മുട്ടിൻ്റെ ഷേപ്പിലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ ഷേപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ നീ വോൾട്ടേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫയറിംഗ് വോൾട്ടേജ് എന്നും പറയാം. പല പേരുകളിൽ ഇതറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ജർമേനിയത്തിന് 0.3 വോൾട്ടാണ്, ആൻഡ് ഫോർ സിലിക്കൺ ഇറ്റ് ഈസ് 0.7 വോൾട്ട് അറ്റ് ദ ഓർഡിനറി റൂം ടെമ്പറേച്ചർ. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ, അല്ലേ. സാധാരണ നമ്മൾ ഇതുവരെ പഠിച്ച കേസുകളിലെല്ലാം സാധാരണ ഓംസ് ലോ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മളിതുവരെ മുൻകാലങ്ങളിലൊക്കെ പഠിച്ചു വന്നത്. അപ്പോൾ ആ കേസുകളിലെല്ലാം വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെ ആയിരിക്കും? ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇറ്റ് വിൽ ബി എ ലീനിയർ ഗ്രാഫ് ഓൾസോ. ലീനിയർ ആയിട്ടുള്ള ഒരു വേരിയേഷനാണ് നമുക്ക് സാധാരണ കാണുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ലീനിയർ ആയിട്ടുള്ളൊരു വേരിയേഷൻ അല്ല നമ്മൾ കാണുന്നത്. ദാറ്റ് ഈസ് ദ ഗ്രാഫ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. ദിസ് മീൻസ് ഫോർവേഡ് കറണ്ട് ഈസ് നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോർവേഡ് വോൾട്ടേജ്, ആൻഡ് പി എൻ ജംഗ്ഷൻ ഡസ് നോട്ട് ഒബേ ഓംസ് ലോ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എൻ ജംഗ്ഷൻ എന്ത് ചെയ്യുന്നില്ല? ഓംസ് ലോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ നോണോമിക് ഡിവൈസ്. അതിനെ നമുക്ക് നോണോമിക് ഡിവൈസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഈ നീ വോൾട്ടേജ് വരുന്നത് വരെ എങ്ങനെയാണ്? വളരെ ചെറിയൊരു കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലേ. വോൾട്ടേജ് പരമാവധി നമ്മൾ ഇവിടെ ഒരു 0.3 വോൾട്ട് വരെ ഇൻക്രീസ് ചെയ്തെങ്കിലും കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? വളരെ കുറവാണ്. അതായത് ആ സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഡയോഡ് വളരെ ഹൈ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഡയോഡ് കണ്ടക്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ആണ് എക്സ്പോണൻഷ്യലായിട്ട് കറണ്ട് ഗ്രോ ചെയ്യുക. അപ്പോൾ ആ റീജിയൻ നമുക്കെങ്ങനെ പറയാം? ഒരു നോണോമിക് പ്രതിഭാസമാണ് പിന്നെ കാണിക്കുക, അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കറണ്ടും വോൾട്ടേജും പ്രൊപ്പോർഷണൽ ആവാതിരിക്കുക. പിന്നെ വളരെ ചെറിയൊരു വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? വളരെ പെട്ടെന്ന് തന്നെ കറണ്ട് വളരെ റാപ്പിഡായിട്ട് റൈസ് ചെയ്യുന്ന ഒരു കേസ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ നോണോമിക് ഡിവൈസ്. അപ്പോൾ ഒരു ഓംസ് ലോ അത് ഫോളോ ചെയ്യുന്നില്ല നമുക്ക് പറയാൻ കഴിയും. അത് ജർമേനിയത്തിൻ്റെ കേസ് പോലെ തന്നെയാണ് സിലിക്കണിൻ്റെ കേസും. അവിടെ അതേപോലൊരു കർവ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ത്രഷോൾഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഈ വോൾട്ടേജിൻ്റെ വാല്യൂസിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സോ ദിസ് ഇസ് ദ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക് കർവ്. IV ക്യാരക്ടറിസ്റ്റിക് കർവാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ വേറൊരു സിഗ്നിഫിക്കൻ്റ് ആയ വസ്തുതയാണ് ഡയോഡിൻ്റെ ഡൈനാമിക് റെസിസ്റ്റൻസ് ഓർ AC റെസിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അൺലൈക്ക് കണ്ടക്ടേഴ്സ് വിച്ച് ഹാസ് ലീനിയർ റെസിസ്റ്റൻസ്, ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫോർവേഡ് ബയസ് ഡയോഡ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. അപ്പോൾ റെസിസ്റ്റൻസ് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓവർ ദ എൻ്റയർ കർവ്. സിൻസ് റെസിസ്റ്റൻസ് ചേഞ്ചസ് ആസ് യു മൂവ് അലോങ് ദ കർവ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ഡൈനാമിക് റെസിസ്റ്റൻസ് ഡിനോട്ടഡ് ബൈ RD. അപ്പോൾ നമ്മൾ നേരത്തെ പറയുന്ന പോലെ, നേരത്തെ മുമ്പൊക്കെ കേസുകളിൽ എടുത്ത പോലെ ഒരു DC റെസിസ്റ്റൻസ് സാധാരണ അത് മാത്രമല്ല ഡയോഡിനുള്ളത്, ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു AC റെസിസ്റ്റൻസ് കൂടെ ഡയോഡിനുണ്ട്. നമ്മൾ സാധാരണ ഒരു വോൾട്ടേജ് ബൈ കറണ്ട്, എവിടെയെങ്കിലും ഒരു വോൾട്ടേജിൻ്റെ വാല്യൂ കറണ്ടിൻ്റെ വാല്യൂ എടുത്ത് നമ്മൾ ഒരു ഫ്രാക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തേ കിട്ടൂ? വി ഗെറ്റ് ഉള്ളിയെ സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഒരു DC റെസിസ്റ്റൻസേ കിട്ടത്തുള്ളൂ. ഡൈനാമിക് റെസിസ്റ്റൻസ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെൽറ്റ VF ഡിവൈഡ് ബൈ ഡെൽറ്റ IF എടുക്കണം.
അതായത് വോൾട്ടേജിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്കുള്ള വേരിയേഷൻ, അതുപോലെ കറണ്ടിൻ്റെ വേരിയേഷൻ എടുത്തിട്ട് അതിൻ്റെ ഫ്രാക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, യു വിൽ ഗെറ്റ് ദ ഡൈനാമിക് റെസിസ്റ്റൻസ്. Below the knee of the curve, the resistance is greatest because the current increases very little for a given change in the voltage. And above the knee of the curve, the resistance begins to decrease as current started increasing. അപ്പോൾ എനിക്ക് പുറകിൽ ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, വളരെ റെസിസ്റ്റൻസ് വളരെയധികം ഓഫർ ചെയ്യുന്നുണ്ട്. അതേസമയം അതിന് ശേഷം above the knee റെസിസ്റ്റൻസ് begins to decrease, റെസിസ്റ്റൻസ് പെട്ടെന്ന് കുറയുകയും കറണ്ട് സ്റ്റാർട്ടഡ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ഈസ് ദ റിവേഴ്സ് ബയാസിങ്. അപ്പോൾ ഇറ്റ് ഈസ് എ കണ്ടീഷൻ ദാറ്റ് പ്രിവെൻറ്റ്സ് കറണ്ട് അക്രോസ് എ പി എൻ ജംഗ്ഷൻ. അപ്പോൾ റിവേഴ്സ് ബയാസ് ചെയ്യുന്ന ഒരു പി എൻ ജംഗ്ഷനിൽ എന്ത് ചെയ്യത്തില്ല, കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ കറണ്ടിനെ അത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ സാധാരണ റിവേഴ്സ് ബയാസിങ് എന്ന് പറയുക. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും ബാറ്ററി കണക്ട് ചെയ്യാൻ നോക്കാം. ദാറ്റ് ഇസ് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദ പി റീജിയൻ ആൻഡ് ദ പോസിറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു ദ എൻ റീജിയൻ. അപ്പോൾ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇപ്രാവശ്യം പി റീജിയനിലേക്ക് കണക്ട് ചെയ്യും. പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി വിൽ ബി കണക്റ്റഡ് ടു ദ എൻ റീജിയൻ. Next is a reverse bias operation. In N region, positive terminal of the battery pulls the free electrons in the N region away from the junction. അപ്പോൾ എന്ത് ചെയ്യും, പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി എന്ത് ചെയ്യും, തിരിച്ചു കൊടുത്തിരിക്കുന്ന കാരണം എൻ റീജിയനിലുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, അങ്ങോട്ട് കണ്ടക്ട് ചെയ്യും. അതേസമയം പി റീജിയൻ എങ്ങനെയായിരിക്കും, പി റീജിയനിലേക്ക് കൊടുത്തിരിക്കുന്ന നെഗറ്റീവ് ടെർമിനലാണ്. അപ്പോൾ ഹോൾസിനെ എന്ത് ചെയ്യും, അത് ബാറ്ററിയുടെ ടെർമിനലിലേക്ക് അതും ഡ്രാഗ് ചെയ്യപ്പെടും. സോ ദിസ് റിസൾട്ട്സ് ഇൻ വൈഡനിങ് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും, ഡിപ്ലീഷൻ റീജിയൻ്റെ ഒരു വൈഡനിങ് ഉണ്ടാവും. സോ ദ സെയിം കേസ് ഹാപ്പൻസ് ഇൻ ദ പി റീജിയൻ ഓൾസോ. അങ്ങനെ എന്ത് ചെയ്യും, രണ്ട് സൈഡിലും ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുക. അത് നേരത്തെ ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയം കണ്ടീഷനേക്കാളും കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുക. ദാറ്റ് മീൻസ് ഇൻ ദ റിവേഴ്സ് ബയാസ് ഓപ്പറേഷൻ. അപ്പോൾ അതുവഴി ഒരു കറണ്ട് ഫ്ലോ അപ്പോൾ ഒരിക്കലും ഉണ്ടാവാത്തൊരു കണ്ടീഷനിലേക്ക് വരും, അല്ലേ. സാധാരണ രീതിയിലുള്ള ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഫ്ലോ അപ്പോൾ ഉണ്ടാകത്തില്ല. കാരണം ബിക്കോസ് ദ ഡിപ്ലീഷൻ റീജിയൻ ഈസ് വൈഡൻഡ് ദാൻ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ. So as more of the N and P regions become depleted of majority carriers, the electric field between the positive and negative ions increases in strength until the potential across the depletion region equals the bias voltage. Bias voltage എന്ത് ചെയ്യും, ഈ പൊട്ടൻഷ്യൽ ബാരിയർ ഗ്രോ ചെയ്യും. So that is the reverse biased operation. Next is the energy band diagrams of biasing. ബയാസിങ്ങിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാംസ് എല്ലാം മൂന്നും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നടുക്ക് കാണിച്ചിരിക്കുന്നത് നമുക്ക് എടുക്കാം. ദാറ്റ് ഇസ് ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പോൾ നമുക്ക് തന്നെ ഇക്വിലിബ്രിയത്തിൽ എന്തുണ്ട്, ഒരു ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രേഡിയൻറ്റ് മറികടന്നാൽ മാത്രമേ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂ എന്നുള്ള കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വലതുവശത്ത് കാണുന്ന ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ ഈ ഗ്രേഡിയൻറ്റ് കുറയുകയാണ് ചെയ്യുക. ഗ്രേഡിയൻറ്റ് വിൽ ബി ഗെറ്റ് റെഡ്യൂസ്ഡ്, അതായത് എനർജി വിൽ ബി ഗെറ്റ് റെഡ്യൂസ്ഡ് ആൻഡ് എൻ റീജിയൻ ഇലക്ട്രോൺസ് ക്യാൻ ഫ്ലോ ടു പി റീജിയൻ. അപ്പോൾ അതുപോലെ പി റീജിയനിലെ ഹോൾസ് ക്യാൻ മൂവ് ടു എൻ റീജിയൻ. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതായത് ബാരിയർ ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അവിടെ കുറയുന്നൊരു കണ്ടീഷനാണ് ഉണ്ടാകുക. പക്ഷേ അതേസമയം ഇടതുവശത്ത് നമ്മൾ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ റിവേഴ്സ് ബയാസ് അവിടെ തന്നിട്ടുണ്ട്. റിവേഴ്സ് ബയാസിൽ എങ്ങനെയാണ്, ഈ ഇക്വിലിബ്രിയത്തിനേക്കാളും അവിടെ ബാരിയർ ഹൈറ്റ് എനർജി ഹിൽ എന്ന് പറയുന്നത്, എനർജി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ്, അല്ലേ. അതിനേക്കാളും കൂടുതലാണ് ഇവിടെ ഉണ്ടായത്. അത് കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോൺസിന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. എൻ റീജിയൻ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പി റീജിയൻ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ റിവേഴ്സ് ബയാസ് എന്ന് പറയുക. അപ്പോൾ ദിസ് ദ എനർജി ബാൻഡ് ഡയഗ്രാംസ് ഓഫ് ബയാസിങ്. അപ്പം ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്, അങ്ങനെ 3 കണ്ടീഷനും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ദ റിവേഴ്സ് കറണ്ട്. അപ്പോൾ ദർ ഈസ് പ്രാക്ടിക്കലി നോ കറണ്ട് ഡ്യൂ ടു മെജോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ മെജോറിറ്റി കാരിയേഴ്സ് കാരണം റിവേഴ്സ് ബയാസിങ് കണ്ടീഷനിൽ ഒന്നും ഉണ്ടാകത്തില്ല, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകത്തില്ല. ബട്ട് ദർ ഈസ് എ സ്മോൾ കറണ്ട് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ ദ ഓർഡർ ഓഫ് മൈക്രോ ആംപിയർ. പക്ഷേ മൈക്രോ ആംപിയർ റേഞ്ചിലുള്ള ഒരു വളരെ ചെറിയൊരു കറണ്ട് മൈനോറിറ്റി കാരിയർ കണ്ടക്ഷൻ വഴി ഉണ്ടാവും. Thermally generated holes in the N region and electrons in the P region are driven by the battery across the junction. അപ്പോൾ ഈ മൈനോറിറ്റി കാരിയേഴ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ദേ ആർ തെർമലി ജനറേറ്റഡ്. അപ്പോൾ തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള ഹോൾസിനെ എൻ റീജിയനും അതുപോലെ ഇലക്ട്രോൺസിനെ പി റീജിയനും എന്ത് ചെയ്യും, അങ്ങോട്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതുവഴി ഒരു കറണ്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈനോറിറ്റി കാരിയർ ഫ്ലോ എന്ന് പറയുക. But this reverse current reaches a saturation value because it is thermally generated and increase in reverse bias voltage has no effect on it. അപ്പോൾ ഈ റിവേഴ്സ് കറണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു സാച്ചുറേഷൻ വാല്യൂവിലെത്തും. കാരണം എന്തുകൊണ്ടാണ്, തെർമലി ജനറേറ്റഡ് ആണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ പിന്നെ അതിലും കൂടുതൽ തെർമലി ജനറേറ്റഡ് കാരിയേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, കറണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു സാച്ചുറേഷൻ വാല്യൂവിലേക്ക് എത്തും. അപ്പോൾ അതേസമയം റിവേഴ്സ് ബയാസ് വോൾട്ടേജുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൂട്ടിയെന്ന് കരുതി ഇതിന് വ്യത്യാസമൊന്നും, ഈ സാച്ചുറേഷൻ കറണ്ടിന് വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ആ റിവേഴ്സ് കറണ്ട് ഈസ് ഓൾസോ നോൺ ആസ് ദ ലീക്കേജ് കറണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന റിവേഴ്സ് കറണ്ടിനെ നമ്മൾ ലീക്കേജ് കറണ്ട് എന്നും പറയും.
അപ്പോൾ നേരത്തെ പറഞ്ഞ ഫോർവേഡ് വി ഐ ക്യാരക്ടറിസ്റ്റിക് കർവ് പോലെ നമുക്ക് റിവേഴ്സ് റീജിയനിലെ ക്യാരക്ടറിസ്റ്റിക് കർവ് കൂടെ നോക്കാം. ദാറ്റ് ഈസ് ദ വോൾട്ടേജ് കറണ്ട് ഡിപ്പെൻഡൻസ് ഇൻ ദ റിവേഴ്സ് റീജിയൻ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. ആസ് റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസസ് ഫ്രം 0, ദ റിവേഴ്സ് കറണ്ട് ക്വിക്ക്ലി റൈസസ് ടു ഇറ്റ്സ് മാക്സിമം ഓർ സാച്ചുറേഷൻ വാല്യൂ. അപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് ഇവിടെ 0 ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് കാണാം? നമുക്ക് പെട്ടെന്ന് തന്നെ റിവേഴ്സ് കറണ്ട് ഒരു സാച്ചുറേഷൻ വാല്യൂയിലേക്ക് എത്തുന്നതായിട്ട് കാണാം. അപ്പോൾ കീപ്പിംഗ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ആസ് ദ റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസസ്, റിവേഴ്സ് കറണ്ട് ഫൗണ്ട് ടു ഇൻക്രീസ് സ്ലൈറ്റ്ലി. അപ്പോൾ വീണ്ടും റിവേഴ്സ് വോൾട്ടേജ് ഇങ്ങോട്ട് കൂടിയാൽ വളരെ ചെറിയൊരു റൈസേ ഇവിടെ കാണാൻ പറ്റൂ, കറണ്ടിൽ കാണാൻ പറ്റൂ, റിവേഴ്സ് കറണ്ടിൽ കാണാൻ കഴിയും. This slight increase is due to the impurities on the surface of the semiconductor. അപ്പോൾ this is known as the surface leakage current. അപ്പോൾ അതിനെ നമ്മൾ സർഫസ് ലീക്കേജ് കറണ്ട് കൊണ്ടുള്ള ഒരു ഇൻക്രീസ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ unlike the main leakage or saturation current, the surface leakage current is independent of temperature but depends on the magnitude of reverse voltage. അപ്പോൾ ആ സർഫസ് ലീക്കേജ് കറണ്ട് റിവേഴ്സ് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ ദ ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡൻ്റ് അല്ലാത്ത വേറൊരു ലീക്കേജ് കറണ്ടാണ് ഈ സർഫസ് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. അത് ദാറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിവേഴ്സ് വോൾട്ടേജ്, ബട്ട് ഇറ്റ് ഈസ് ഹാവിങ് വെരി ലോ ഡിപ്പെൻഡൻസ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് വളരെ ചെറിയ ഒരു വേരിയേഷൻസ് മാത്രമേ അതിന് നൽകാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അത് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ കാരണം കറണ്ട് എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ ഒരു സാച്ചുറേഷൻ വാല്യൂവിലേക്ക് എത്തുകയും സർഫസ് ലീക്കേജ് കറണ്ട് വഴി വളരെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ആ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിന് പിന്നെ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ വോൾട്ടേജ് ഇങ്ങോട്ട് കൂട്ടിയെന്ന് കരുതി വളരെ വലിയ വേരിയേഷൻ കാണുന്നില്ല, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് സിലിക്കൺ. ജർമ്മേനിയത്തിൽ അത് പിന്നെയും കുറച്ചുകൂടെ പ്രൊമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാം, വളരെ ചെറിയൊരു വേരിയേഷൻ അതിനകത്ത് കാണുന്നുണ്ടെങ്കിലും സിലിക്കണിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. അതായത് ലീക്കേജ് കറണ്ട് എവിടെയാണ് കൂടുതൽ, അപ്പോൾ ജർമ്മേനിയത്തിലാണ് കൂടുതലെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് ഈസ് എ കംപ്ലീറ്റ് വി ഐ ക്യാരക്ടറിസ്റ്റിക് കർവ്. അത് വോൾട്ടേജ് കറണ്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഫോർവേഡും റിവേഴ്സും റീജിയനും ഒരുമിച്ച് വരച്ചിരിക്കുന്നതാണ് അടുത്തായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഫോർവേഡ് റീജിയനിലെ കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മില്ലി ആംപിയേഴ്സ് ആണ്, ആൻഡ് ഇൻ ദ റിവേഴ്സ് റീജിയൻ ഇറ്റ് ഈസ് ഇൻ മൈക്രോ ആംപിയേഴ്സ്. അപ്പോൾ ഫോർവേഡ് റീജിയനിൽ നമുക്ക് കാണാം 0.7 വോൾട്ട് ആകുമ്പോഴാണ് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുവരെ കറണ്ടിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും, അതിനുശേഷം എന്ത് ചെയ്തു വളരെ പെട്ടെന്ന് കൂടുകയും ചെയ്യും. 0.7 വോൾട്ടിന് നമ്മൾ ഒരു ബാരിയർ പൊട്ടൻഷ്യലായിട്ട് എടുത്തിട്ടുണ്ട്. അതേസമയം റിവേഴ്സ് റീജിയനിൽ ഇതുപോലെ ഒരു ബ്രേക്ക് ഡൗൺ റീജിയൻ എത്തും. ഇങ്ങനെ നമ്മൾ സാച്ചുറേഷനായിട്ട് നിൽക്കുന്ന കറണ്ട് കുറച്ച് കഴിയുമ്പോൾ റിവേഴ്സ് വോൾട്ടേജ് പിന്നെയും കൂട്ടി വരുന്ന ഒരു സമയത്ത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓവർകം ചെയ്യപ്പെടുകയും അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, വളരെ ക്വിക്കായിട്ട് ഒരു റാപ്പിഡായിട്ടൊരു കറണ്ട് ഫ്ലോ ഉണ്ടാകുകയും ചെയ്യും. ദാറ്റ് ഈസ് എ റിവേഴ്സ് കറണ്ട് ഫ്ലോ എന്ന് പറയാം. അപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ റീജിയൻ കഴിഞ്ഞ് വീണ്ടും കണ്ടക്ഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വളരെ ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യും. ആ റിവേഴ്സ് കറണ്ട് അങ്ങനെ വൺസ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഡയോഡ് യൂസ്ലെസ് ആയി പോവും. ഡയോഡിനെ വീണ്ടും തിരിച്ച് പഴയ ഫോമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഈ ബ്രേക്ക് ഡൗൺ റീജിയനിലേക്ക് സാധാരണ ഒരു പി എൻ ഡയോഡിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യിക്കാറില്ല. അപ്പോൾ ബ്രേക്ക് ഡൗൺ റീജിയൻ വരെ റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ എത്തിക്കാതെ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ വൺസ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ക്രോസ് ചെയ്ത് പോവുകയും ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് റിവേഴ്സ് കറണ്ട് അതിനകത്ത് ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുകയും അങ്ങനെ ഡയോഡ് ബിക്കംസ് യൂസ്ലെസ്, ഡയോഡ് യൂസ്ലെസ് ആയി പോവുകയും ചെയ്യും. സോ അപ്പോൾ ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഇൻ ദ ഫോർവേഡ് ബയാസ് ആൻഡ് റിവേഴ്സ് ബയാസ് റീജിയൻ. നെക്സ്റ്റ് ഈസ് ദ ഡയോഡ് മോഡൽസ്. അപ്പോൾ ഡയോഡിന് ഒരു 3 മോഡൽസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ കഴിയും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഈസ് ദ ഐഡിയൽ മോഡൽ. അപ്പോൾ ഐഡിയൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഡയോഡിൻ്റെ കണ്ടീഷനാണ്. ദാറ്റ് മീൻസ് ദ ഡയോഡ് ആക്ട്സ് ആസ് എ സ്വിച്ച്. അപ്പം ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദാറ്റ് കണ്ടീഷൻ വെൻ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്. ഇപ്പോൾ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനായിട്ട് എടുക്കുക. സ്വിച്ച് ഓപ്പൺ ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ എങ്ങനെ എടുക്കും, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ റിവേഴ്സ് ബയാസ്ഡ് കേസ്. അപ്പോൾ നമുക്ക് തന്നെ കാണാം സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു റാപ്പിഡ് കറണ്ട് അല്ലേ, വോൾട്ടേജ് വേരി ചെയ്യാതെ തന്നെ ഒരു ത്രഷോൾഡ് വോൾട്ടേജ് ഒന്നുമില്ല, അതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യും, ഒരു റാപ്പിഡ് കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങും. അല്ലെങ്കിൽ സ്വിച്ച് ക്ലോസ് ചെയ്ത ഉടനെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതുപോലെ റിവേഴ്സ് റീജിയനിൽ എന്ത് ചെയ്യില്ല, ഒരു കറണ്ട് ഫ്ലോയും ഉണ്ടാവത്തില്ല അല്ലേ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ഡയറക്ഷനിൽ മാത്രമേ കണ്ടക്ഷൻ നടക്കൂ. ആ ഡയറക്ഷനിൽ ഈവൻ അറ്റ് 0 വോൾട്ടിൽ തന്നെ കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നുള്ളതാണ് ഐഡിയൽ മോഡൽ എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് ഐഡിയൽ ഡയോഡിൻ്റെ കണ്ടീഷൻ അങ്ങനെയാണ്. പക്ഷേ അതിനെ ഇപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഓഫ്സെറ്റ് അല്ലെങ്കിൽ റിയൽ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഒരു 0.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വെച്ച് ഒപ്പോസ് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടെ ഉണ്ടാവും. അപ്പോൾ അതായത് ഇപ്പോൾ സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്താലും ഒരു 0.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി നമ്മൾ വെച്ചിരിക്കുകയാണെങ്കിൽ അത് ശരിക്കും അതിനെയും കൂടെ അതിൻ്റെ പൊട്ടൻഷ്യലും കൂടെ ഓവർകം ചെയ്താൽ മാത്രമേ ആ ഒരു പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകത്തുള്ളൂ. ബിക്കോസ് ബാറ്ററി ഈസ് പ്ലേസ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. അല്ലെ, ബാറ്ററി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം സ്വിച്ച് ക്ലോസ് ചെയ്താലും എന്ത് ചെയ്യത്തില്ല, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകത്തില്ല. ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, 0.7 വോൾട്ട് കൂടെ മറികടക്കണം. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ഹിയർ.
അപ്പോൾ ഈ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്കറിയാം എൻ്റെ ഫോർവേഡ് റീജിയനിൽ വി ഡി എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കറണ്ടിൻ്റെ കണ്ടക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ വി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ബാറ്ററിയുടെ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ 0.7 വോൾട്ട് എത്തിയാൽ മാത്രം പിന്നെ ഷാർപ്പായിട്ട് നേരെ വെർട്ടിക്കലായിട്ട് ഒരു കറണ്ടിൻ്റെ റൈസ് ഉണ്ടാവും എന്നാണ് ഈ മോഡൽ പറയുന്നത്. അതേസമയം റിവേഴ്സ് ബയാസ്ഡ് കേസിൽ എങ്ങനെയായിരിക്കും, അത് മറ്റതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ വി ബി എന്ന് പറഞ്ഞൊരു റിവേഴ്സ് കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പിന്നെ ഒരു റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാണ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഐഡിയൽ മോഡൽ ആൻഡ് ഓഫ്സെറ്റ് ഓർ റിയൽ മോഡൽ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പീസ് വൈസ് ലീനിയർ മോഡൽ എന്ന് പറയാം. ദാറ്റ് മീൻസ് ഒരു ബൾക്ക് റെസിസ്റ്റൻസ് കൂടെ ആ മോഡലിനകത്ത് ആഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പീസ് വൈസ് ലീനിയർ മോഡൽ എന്ന് പറയുക. അപ്പോൾ അതാണ് കുറച്ചുകൂടെ നമ്മുടെ റിയൽ കേസ് അല്ലേ, നമ്മുടെ ആക്ച്വൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കർവെന്ന് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഡയോഡിൻ്റെ കൂടെ ഒരു വോൾട്ടേജ് മാത്രമല്ല, ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രമല്ല വെച്ചിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് കൂടെ, അതായത് ബൾക്ക് റെസിസ്റ്റൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹിയർ വി ഹാവ് ആഡഡ് എ റെസിസ്റ്റൻസ് ഓഫ് 20 ഓം. 20 ഓം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ബി ഡി ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു സ്ലൈറ്റ്ലി ഒരു സ്ലാൻഡഡ് ആയിട്ടുള്ള ഒരു സ്ലൈറ്റ് റൈസ് ആയിട്ടാണ് അതിനെ കാണിക്കുക അല്ലേ. അങ്ങനെ ഒരു സ്ലാൻഡഡ് റൈസ് ഇൻ ദ കറണ്ട് ആയിട്ടാണ് നമ്മളതിനെ കാണുക. വിച്ച് ഈസ് ഹാവിങ് എ സ്ലോപ്പ് ഓഫ് 1/r. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/r ആയിരിക്കും. അപ്പോൾ അതിനാണ് പീസ് വൈസ് ലീനിയർ മോഡൽ എന്ന് പറഞ്ഞാൽ, വിച്ച് ഈസ് ഓൾസോ കോൾഡ് ആസ് എ ബൾക്ക് റെസിസ്റ്റൻസ് മോഡൽ. അപ്പോൾ അങ്ങനെ 3 ഡയോഡ് മോഡലുകളാണുള്ളത്. വൺ ഈസ് ദ ഐഡിയൽ മോഡൽ, സെക്കൻഡ് ഈസ് ദ ഓഫ്സെറ്റ് ഓർ റിയൽ മോഡൽ, ആൻഡ് തേർഡ് വൺ ഈസ് ദ പീസ് വൈസ് ലീനിയർ മോഡൽ. അപ്പോൾ ഈ 3 ഡയോഡ് മോഡലുകളിൽ വെച്ച് നമുക്ക് പല കേസുകളും നമുക്ക് അപ്രോക്സിമേഷന് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ദ ഡയോഡ് ഇക്വേഷൻ. അപ്പോൾ അടുത്തായിട്ട് ഡയോഡിൻ്റെ കറണ്ടിൻ്റെ ഇക്വേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻ ഡയറക്റ്റായിട്ട് തന്നെ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ തരികയാണ്. ദാറ്റ് ഈസ് ഐ ഡി ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു e⁻⁴ അപ്പോൾ അതാണ് നമ്മുടെ ഐഡിയൽ ഡയോഡ് ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. വേറെ ഐ ഡി ആൻഡ് വി ഡി ആർ ദ ഡയോഡ് കറണ്ട് ആൻഡ് വോൾട്ടേജ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഐ ഡിയും വി ഡിയും ഡയോഡ് കറണ്ടും വോൾട്ടേജുമാണ്. ക്യൂ ഈസ് ദ ചാർജ് ഓൺ ദ ഇലക്ട്രോൺ. ക്യൂ ഈസ് ദ ഇലക്ട്രോൺ ചാർജ് ആയിട്ട് ആണ് ക്യൂവിനെ എടുത്തിരിക്കുന്നത്. എൻ ഈസ് ദ ഐഡലിറ്റി ഫാക്ടർ, വേറെ എൻ ഈസ് ഈക്വൽ ടു 1 ഫോർ ഇൻഡയറക്റ്റ് സെമി കണ്ടക്ടേഴ്സ്, ദാറ്റ് ഈസ് സിലിക്കൺ, ജർമേനിയം എക്സെട്ര, ആൻഡ് എൻ ഈസ് ഈക്വൽ ടു 2 ഫോർ ഡയറക്റ്റ് സെമി കണ്ടക്ടേഴ്സ്, ഗാലിയം ആർസനൈഡ് ഓർ ഇന്ത്യം ഫോസ്ഫൈഡ് എക്സെട്ര. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഇവിടെ സിലിക്കണിൻ്റെ ജർമേനിയത്തിൻ്റെ കേസ് ആയതുകൊണ്ട് പിന്നെ എൻ എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് എൻ ഈസ് 1. അപ്പോൾ നമുക്ക് UVD/KT മാത്രമേ എടുത്താൽ മതിയാവും. അതിൽ K എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്, T ഈസ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. അപ്പോൾ KT ഈസ് കോൾഡ് തെർമൽ വോൾട്ടേജ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ KT എന്ന് പറഞ്ഞാൽ 25.9 MeV ആയിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാമാണ് സ്റ്റാൻഡേർഡ് വാല്യൂസ് ഓഫ് ദ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സിംപ്ലിഫിക്കേഷനാണ് പിന്നെ നമ്മൾ നോക്കുക. വെൻ വി ഡി നെഗറ്റീവ് ആവുന്ന സമയത്ത് 1/e⁻⁴ ആയിട്ട് ഇത് മാറും അല്ലേ. e⁻⁴ വെൻ വി ഡി ടെൻസ് നെഗറ്റീവ് ആകുമ്പോൾ എങ്ങനെ നമുക്ക് പറയാം, 1/e⁻⁴ എന്ന് പറയാം. അപ്പോൾ സോ അത് വളരെ നെഗ്ലിജിബിളി സ്മോളർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ആ വാല്യൂ എടുക്കേണ്ടതില്ല. പിന്നെ നമുക്ക് എന്തെടുത്താൽ മതി, അപ്പം പിന്നെ -1 മാത്രമേ ഉള്ളൂ അകത്ത് അല്ലേ. അപ്പോൾ -1 ആകുമ്പോൾ അത് I0 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പറയാം, ഐ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു -I0 എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ വി ഡി ഈസ് നെഗറ്റീവ്. വെൻ വി ഡി ടെൻസ് പോസിറ്റീവ് ആണെങ്കിലോ, ഇപ്പോൾ e⁻⁴ എന്ന് പറയുന്ന ഒരു വലിയ വാല്യൂ ആയിരിക്കും. സോ പിന്നെ -1 നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദിസ് അതർ വാല്യൂ ഈസ് മച്ച് ലാർജർ ദാൻ -1. അപ്പോൾ പിന്നെ നമുക്ക് അത് മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ I0 വിൽ ബി ഗെറ്റ് മൾട്ടിപ്ലൈഡ് ടു e⁻⁴ സോ ഐ ഡി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു I0 ഇൻറ്റു e⁻⁴ നമുക്ക് പറയാം. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ വി ഡി ഈസ് പോസിറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് -I0 എന്ന് എടുത്താൽ മതി. പോസിറ്റീവ് ആകുമ്പോൾ I0 ഇൻറ്റു e⁻⁴ നമ്മൾ എടുക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. നൗ ടു ഫൈൻഡ് N ആൻഡ് I0. അപ്പോൾ N I0 നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ യൂസിങ് ദ കർവ് ട്രേസർ നമ്മൾ IV ക്യാരക്ടറിസ്റ്റിക് കർവ് വരയ്ക്കുകയാണെങ്കിൽ അണ്ടർ സ്മോൾ പോസിറ്റീവ് ബയാസ് വോൾട്ടേജസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് വി ഗീവ് നമ്മൾ I0 ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് നാച്ചുറൽ ലോഗരിതം എടുക്കുന്ന സമയത്ത് log ID/I0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് log ID മൈനസ് log I0. അപ്പോൾ ഈ e⁻⁴ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെൻ ലോഗ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും, QVD/NKT ആയിട്ട് മാറും. അപ്പോൾ എന്തേ കാണത്തുള്ളൂ. അപ്പോൾ ഈ ഇടതുവശത്തുള്ള log I0 കൂടെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഇസ് എ നാച്ചുറൽ ലോഗരിതം ഓഫ് ID ഈസ് ഈക്വൽ ടു QVD/NKT പ്ലസ് നാച്ചുറൽ ലോഗരിതം ഓഫ് I0 എന്ന് നമുക്ക് കിട്ടും. സോ ഇത് തന്നെ ഒരു y ഈസ് ഈക്വൽ ടു mx പ്ലസ് സിയുടെ ഫോമിലാണ്. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ
natural log of the reverse saturation current. അപ്പോൾ y-intercept is equal to the natural logarithm of the reverse saturation current ആയിരിക്കും. അതുപോലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു 1/n ബിക്കോസ് എം എക്സ് പ്ലസ് സി ആണല്ലേ. അപ്പോൾ എം എന്ന് പറയുന്നതിൻ്റെ ആണ് സ്ലോപ്പ് എന്ന് പറയുക. അപ്പോൾ എം വിൽ ബി എം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ എന്താ കിടക്കുക, Q/NKT ആണ് കിടക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ സ്ലോപ്പ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/n. സോ സാധാരണ നമ്മൾ ഇപ്പോൾ ഈ ഡയോഡ് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കർവൊക്കെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു ലോഗരിതമിക് ആയിട്ട് അല്ലെ സെമി ലോഗരിതമിക് ആയിട്ടുള്ള ഒരു ഗ്രാഫായിട്ടാണ് നമ്മൾ സാധാരണ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോളുക. സോ ദിസ് is a diode equation, this is a simplification, and this is how the graph is plotted using the ideal diode equation. So that is all for the time being. Thank you.